ഹായ് ഓൾ. എൻ റൂട്ട് എന്താണ്? എൻ റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ബിടെക്കിലെ എല്ലാ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു റിവ്യൂ ആയിട്ട്, അതായത് ആ ഓരോ ബ്രാഞ്ചിനെ പറ്റും ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. സോ നിങ്ങളെ അഭിരുചിക്ക് പറ്റി ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ എൻ റൂട്ടിൻ്റെ ഇന്നത്തെ മൂന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. റോയൽ മെക്ക് എന്നറിയപ്പെടുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഏകദേശം 4 ഇയേഴ്സിൽ 8 സെമസ്റ്ററായി നമ്മൾ പഠിക്കുന്നതാണ്. സോ ഈ 8 സെമസ്റ്ററിൽ ആദ്യത്തെ ഒരു സെമസ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചിലും നമ്മൾ എല്ലാ ബ്രാഞ്ചിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഉണ്ടാവുക. അതിൽ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, അതേപോലെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ടാവും, IT ഉണ്ടാവും, അങ്ങനെ എല്ലാ ബ്രാഞ്ചുകൾ, സിവിൽ ഉണ്ടാവും, അങ്ങനെ എല്ലാ ബ്രാഞ്ചുകളിലെയും ഒരു ഡീറ്റെയിൽഡ് ഒരു റിവ്യൂ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കിട്ടും. പിന്നെ നമ്മുടെ കോർ ബ്രാഞ്ചിലേക്ക് വരിക. ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത നിങ്ങൾക്ക് ആദ്യത്തെ 1 ഇയർ എല്ലാ ബ്രാഞ്ചിനെ പറ്റി ഒരു ധാരണ കിട്ടും. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് കിടക്കുന്നത് മെഷീനറിയിലേക്കാണ്. സോ ഗ്രാഫിക്സ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മെഷീൻ ഡിസൈനിങ് ആണ് നമ്മളെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൽ കുറച്ചും കൂടി കോറായിട്ടുണ്ടാകാൻ പോകുന്ന ഒരു ഐറ്റം. സോ ഫ്ലൂയിഡ് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, നമ്മളിപ്പോൾ പ്ലസ് 1 പഠിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്സിലെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിൽ കിട്ടും. സോ മെഷീനറിനെ പറ്റിയുള്ള പഠനമാണ് സിംപിളി എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും വിചാരിക്കുക മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, അതായത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകാരൻ ജോലിയാണ് ഓൾമോസ്റ്റ് എല്ലാവരും പ്രതീക്ഷിക്കുക. അങ്ങനെയല്ല നമ്മുടെ ജോലി സാധ്യതകൾ മനസ്സിലാക്കുന്നത്. വളരെ ഡിഫറെൻറ്റ് ലെവലുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ജോലി സാധ്യത കൊണ്ടുപോകാൻ പറ്റും. റോബോട്ടിക്സ് ആയിക്കോട്ടെ, ജിയോ മെക്കാനിക്കൽ, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ബ്രാഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏരിയയിലേക്ക് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ സ്കോപ്പ് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത് പഠിച്ച ഒരു കുട്ടി കേരള ഗവൺമെൻറ്റിൻ്റെ ഏതൊക്കെ പോസ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിമ്പിൾ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് PSC വഴി നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണെന്ത്? അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ഏതാ മക്കളെ? അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ നമ്മളെ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിൽ നിന്നുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ്, നമ്മുടെ കേരളത്തിലുള്ള ഡിഫറെൻറ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രൊഫസേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ BTech പ്ലസ് MTech പ്ലസ് PhD ആ ഒരു രീതിയിലേക്ക് മൂവ് ചെയ്യണം. സോ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് BTech നമുക്ക് നിർബന്ധമായിട്ട് വേണം. അതേപോലെ തന്നെ പോളിടെക്നിക് ലെക്ചേഴ്സ്, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, MVD-യിൽ ഒരു പോസ്റ്റ് നമുക്കുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് MVD-യിൽ ഒരു പോസ്റ്റ് ഉണ്ട്. അതേപോലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 and 2, ഡ്രാഫ്റ്റ് മാൻ ഓവർ 0. ഇതൊക്കെ എന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന വർഷം വരുന്ന പോസ്റ്റുകളാണ്. അത് PSC വഴിയാണ് നമ്മൾ എഴുതിയെടുക്കേണ്ടത്. സോ ഈ ഒരു സ്കോപ്പ് നമുക്ക് കേരളത്തിൽ മാത്രം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനുണ്ട്. ഇത് ശരിക്കും കുറേ ആളുകൾക്ക് അറിയൊന്നുമില്ല. സോ പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ റോബോട്ടിക്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ മേഖല, മെഷീനറി മേഖല, ഇനി അങ്ങോട്ടേക്ക് വരുന്ന ഫ്യൂച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് AI ആണ്. അതേപോലെ മെഷീൻസിൻ്റെ ലോകമാണ്. ആ മെഷീൻസിൻ്റെ ലോകത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. അതേപോലെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് JEE മെയിൻസ് എഴുതാം, JEE അഡ്വാൻസ് ഉണ്ട്, അതേപോലെ തന്നെ കീം എക്സാം ഉണ്ട്, കുസാറ്റ് എക്സാം ഉണ്ട്. സോ ഈ എക്സാമുകളിൽ കൂടെ നിങ്ങൾക്ക് വേണ്ട ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. അവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ചൂസ് ചെയ്യുക. റോയൽ മെക്ക് എന്നുള്ള ആ ഒരു പേരിൻ്റെ സ്റ്റൈലിഷ് മാത്രമല്ല, ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത് പഠിക്കുന്ന സമയത്ത് അത്രത്തോളം വൈഡ് ഏരിയയിലേക്ക് നമുക്ക് ആ ഒരു ജോലി സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെ അടുത്തൊരു ബ്രാഞ്ചുമായിട്ട് എൻ റൂട്ടിൻ്റെ ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്, ബൈ.